ഒരുപാട് പേര് എൻ്റെ ചാനലിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റുകൾ ഇടാറുണ്ട്. വഴുതനയുടെ പ്രശ്നമാണ് അവർ പറയുന്നത്. വഴുതന പൂവ് കുത്തുന്നില്ല, അഥവാ പൂവ് കുത്തിക്കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകുന്നു, ഒരൊറ്റ എണ്ണം ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇതിങ്ങനെ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണം പൊട്ടാഷിൻ്റെ അഭാവമാണ്. പൊട്ടാഷ് കിട്ടാനുള്ള ഒരു അടിപൊളി വിദ്യയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അത് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കാം. നിങ്ങൾ വഴുതന കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ, വഴുതന എന്ന് തന്നെയല്ല ഏത് പച്ചക്കറികൾക്കും പൂവ് കൊഴിഞ്ഞു പോകുന്നതിനുള്ള ഒരു സൂത്രപ്പണിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതൊരു ലിക്വിഡാണ് ഇന്ന് അടിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ വയലറ്റ് വഴുതനയാണ്. ഇനി വേറെ വഴുതനയുണ്ട്, അതൊക്കെ നട്ടിട്ടുള്ളൂ, തൈകളായിട്ടേ ഉള്ളൂ. ഇതൊക്കെ വെള്ള വഴുതനകളാണ്. ഇനി വേറെ ഒരു വലിയ വഴുതന നിൽപ്പുണ്ട്, അത് നശിച്ചു പോയതാണ്. അത് ഞാനിപ്പോൾ രണ്ടാമത് അതിനെ പുനർജനിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. അതൊന്ന് കാണിച്ചു തരാം. അത് ഈ വഴുതനയാണ്, കണ്ടോ, ഇത് ഉണങ്ങിപ്പോയിട്ട് ഞാനത് രണ്ടാമത് അതിൻ്റെ കമ്പ് ഇതെല്ലാം കമ്പ് കോതിക്കളഞ്ഞ് ഇവിടെ വെച്ച് ഉണ്ടാവും, പോയേക്കണുണ്ടോ, ഇതിൻ്റെ കമ്പെല്ലാം മുറിച്ച് രണ്ടാമതൊരു മരുന്ന് ചെയ്ത് ഇതിനെ ഒരുവിധം പാകമാക്കി എടുത്തതാണ്. ഇതൊക്കെ പൊട്ടിപ്പോയതാണ്. ഇതിലും നിറയെ പൂക്കൾ വരുന്നുണ്ട്, നന്നായിട്ട് മുട്ടിട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കൊഴിഞ്ഞു പോകില്ല. കണ്ടോ, ഇത് കൊഴിഞ്ഞു പോയിട്ടില്ല. കണ്ടോ, പിടിച്ചു വരുന്നുണ്ടോ, ഇതെല്ലാം പിടിച്ചു വരും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിനൊരു സ്പ്രേ ചെയ്തിരുന്നു. ആ മരുന്ന് തന്നെയാണ് ഇന്ന് ഇതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നത്. ഒരൊറ്റെണ്ണം കൊഴിഞ്ഞു പോകില്ല. നമുക്കതിലേക്കൊന്ന് പോകാം. ഇത് ഉള്ളിത്തോല് സിറപ്പാണ്. അതായത് നമ്മുടെ ഈ ഉള്ളിയുടെ തൊലി വെള്ളത്തിലിട്ട് ശർക്കരയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന സിറപ്പാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം. ഉള്ളിത്തോല് കിട്ടാനുണ്ടെങ്കിൽ സംഘടിപ്പിക്കുക, ഇതുപോലെ സിറപ്പ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് അമർത്തിയാണ് ഞാൻ ഉള്ളിത്തോല് വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചാക്ക് ഉള്ളിത്തോല് വേണം ഈ 20 ലിറ്ററിൻ്റെ ഈ ബക്കറ്റ് നിറയാൻ. അപ്പോൾ അത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിക്കും. പിറ്റേ ദിവസം അതൊന്ന് അവിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കൃത്യം അതിൻ്റെ ലെവലായിട്ട് വെള്ളം നിൽക്കാൻ ഉള്ള രീതിയിൽ വെള്ളം ഒഴിക്കുക. ആ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ശർക്കരയും കൂടെ ചേർക്കണം. ശർക്കരയുടെ അളവ് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു 1/2 കിലോ ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത് ഒരു ചാക്ക് ഉള്ളിത്തോലിന്. അതവിടെ നമ്മൾ സെറ്റ് ചെയ്ത് അടച്ച് വച്ചിരുന്നാൽ മതി. നമ്മുടെ ആവശ്യം പോലെ അതിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ സിറപ്പ് എടുക്കുക. അപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് എടുത്തു തുടങ്ങാം. പിന്നെ നമ്മുടെ ആവശ്യം പോലെ ഇങ്ങനെ എടുക്കാം. അത് ഇതിനകത്ത് കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇതിൻ്റെ ചണ്ടി കൊള്ളില്ല, ചണ്ടി നീക്കം ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സത്താണിത്, ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ ഇത് 1 ലിറ്റർ വെള്ളത്തിൽ ചേർക്കണം. ഈ 1/2 ഗ്ലാസ്, ഇപ്പോൾ 1/2 ഗ്ലാസ്സിൽ കൂടുതലുണ്ട് അല്പം. അപ്പോൾ ഇത് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 ലിറ്റർ ചേർക്കുമ്പോൾ ഒരു 3 ചെടിക്കെങ്കിലും ഒഴിച്ചു കൊടുക്കാനുണ്ടാവും. ഇത് തന്നെ ഇലയിൽ സ്പ്രേ ചെയ്യുക. അപ്പോൾ ഇലയിൽ ഞാൻ സ്പ്രേ ചെയ്തതാണ് കഴിഞ്ഞ തവണ. അപ്പോൾ നമുക്കിത് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 100 ml എടുത്താൽ മതി. ഇത് 100 ml അല്പം കൂടുതലുണ്ട്. അതല്പം കൂടിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കുറഞ്ഞാൽ എഫക്റ്റ് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഉള്ളിത്തോല് ഇങ്ങനെ സിറപ്പ് ഉണ്ടാക്കാതെ ഉള്ളിത്തോല് പൊടിച്ചിട്ട് മുട്ടത്തോടും ചേർത്ത് നമ്മൾ വഴുതനയുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ പെട്ടെന്നായിരിക്കും വളർച്ച. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിത്തോല് 1 സ്പൂൺ ഉള്ളിത്തോല് ഇട്ടാൽ മതി, 1 സ്പൂണ് മറ്റേ മുട്ടത്തോടും ഇട്ടാൽ മതി. ഇത് ഞാൻ കാണിച്ചു തരാം. ഞാനത് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് നമുക്ക് കൊടുക്കാം, അല്ലാതെ ഈ സിറപ്പായിട്ട് നമുക്ക് കൊടുക്കാം. ഇത്രയും സാധനം ഇട്ടാൽ മതി ഒരു ചെടിയുടെ ചുവട്ടിൽ. അതുപോലെ അത്രയും തന്നെ മുട്ടത്തോടും കൊടുക്കണം. മുട്ടത്തോടും നമുക്ക് ഇത്രയും കൊടുത്താൽ മതി. ഇത് മുഴുവൻ മുട്ടത്തോടാണ്. ഞാൻ മിക്കവാറും വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വിലകൾ. വളരെ ശ്രമകരമായ പണിയാണ് ഇത് പൊടിച്ചെടുക്കുക എന്ന് പറയുന്നത്. നമ്മളിത് നല്ല വെയിലത്ത് ഉള്ളി തോല് കൊണ്ട് നിരത്തിയിട്ട് ഉള്ളിത്തോല് നന്നായി ഉണങ്ങിക്കഴിയുമ്പോൾ അതെടുത്ത് കൈകൊണ്ട് നന്നായി തിരുമണം.
നന്നായി പൊടിക്കണം. പൊടിച്ച് കൈകൊണ്ട് കുറേ പൊടിഞ്ഞ് കഴിയുമ്പോൾ അത് മിക്സിയിൽ പൊടിക്കണം. അല്ലാതെ മിക്സിയിലിട്ടാൽ ഇത് പൊടിക്കാൻ പറ്റില്ല, കറങ്ങുള്ളൂ കിടന്ന്. അപ്പോൾ ഒരുവിധം നമ്മൾ സെറ്റാക്കിയതിന് ശേഷമാണ് മിക്സിയിലിട്ട് പൊടിക്കുന്നത്. അതും ഒരു പിടി ഉള്ളിത്തോല് എടുത്ത് മിക്സിയിലിടണം. നിറയെ ഇട്ട് അമർത്തി കഴിഞ്ഞാൽ പൊടിയില്ല. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി ശ്രമകരമായിട്ടാണ് ഇത് പൊടിക്കുന്നത്. പൊടിച്ചിട്ടാലാണ് ഇതിൻ്റെ ഗുണമുള്ളൂ. അതുകൊണ്ടാണ് പൊടിച്ചിടുന്നത്. അല്ലാതെ നമ്മളിട്ട് കഴിഞ്ഞാൽ ചെടിയുടെ ചുവട്ടിൽ അത് കിടക്കുകയുള്ളൂ. ഇത് ഒരു 1/4 കിലോയുടെ പാക്കറ്റിന് 200 രൂപയാണ് വാങ്ങിക്കുന്നത്. 1/4 കിലോ എന്ന് പറഞ്ഞാൽ കൂടുതലുണ്ടാവും, ഒരുപാടുണ്ടാവും അത്. അപ്പോൾ നമ്മൾ മിതമായ വിലയ്ക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ അധ്വാനം നോക്കി മിതമായ വില, അധികം ലാഭമില്ലാതെ കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് എല്ലാവർക്കും അത് മനസ്സിലാവുന്ന കാര്യമാണ്. മുട്ടത്തോടും അതുപോലെ 1/4 കിലോയ്ക്ക് 200 രൂപയാണ്. അത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ പൊട്ടാഷിൻ്റെ കാൽസ്യത്തിൻ്റെ ഗുണം പെട്ടെന്ന് ചെടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് 2 രീതിയിലുണ്ടാക്കിയത്. സിറപ്പും ഉള്ളിത്തോലും കൊണ്ട് സിറപ്പുണ്ടാക്കിയത് ചെടികളുടെ ഇലയിൽ സ്പ്രേ ചെയ്യാനാണ് പ്രധാനമായിട്ടും. ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ പൊടിയായിട്ട് എടുക്കുന്നത് ചുവട്ടിൽ ഇട്ട് കൊടുക്കാനാണ്. എങ്ങനെയായാലും ഉള്ളിത്തോല് പൊട്ടാഷാണ്. അത് പൂക്കാനും ഒരുപാട് പൂത്ത പൂക്കൾ താഴെ കൊഴിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു അല്പം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ 1 ലിറ്ററുണ്ട്. നമുക്ക് 1/2 ലിറ്റർ വേണമെന്നില്ല. ഒരു 300 ml ഒഴിച്ചു കഴിഞ്ഞാൽ 3 എണ്ണത്തിന് ഒഴിക്കാൻ പറ്റും. ചീര ഒഴിച്ച് സർവ്വ പച്ചക്കറികൾക്കും നമ്മുടെ ഈ ഉള്ളിത്തോലും മുട്ടത്തോടും കൊടുക്കാം. മുട്ടത്തോട് വേണമെങ്കിൽ കൊടുക്കാൻ ചീരയ്ക്ക്. പക്ഷേ ഉള്ളിത്തോൽ ഒരിക്കലും ചീരയ്ക്ക് കൊടുക്കരുത്. കാരണം പൂക്കും. ചീര പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗതി പോയില്ലേ. പൂക്കാതിരിക്കാനാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചെടി നട്ട് ഒരു 15 ദിവസമൊക്കെ കഴിയുമ്പോൾ പൂക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ആ സമയത്താണ് നമ്മൾ ഉള്ളിത്തോൽ കൊടുക്കേണ്ടത്. സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പോവില്ല, വേസ്റ്റാവില്ല. അതിന് സ്പ്രെയർ എടുത്തില്ല. ഇപ്പോൾ ഈ പച്ചമുളകിന് ഒക്കെ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അതുപോലെ ഈ കാബേജിനും ഇതിനെല്ലാം കൊടുക്കേണ്ട സമയമാണ്. വെണ്ടയുണ്ട്, അതിന് കൊടുക്കണം. പിന്നെ ഈ വഴുതനയ്ക്കൊന്നും കൊടുക്കേണ്ട പ്രായമായിട്ടില്ല, അതുകൊണ്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ ഈ പ്രായമായതിന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എനിക്കൊരു സമ്മാനം തരണം. ആ സമ്മാനം എന്ന് പറയുന്നത് പൈസയായിട്ടല്ല. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതാണ് നിങ്ങൾ എനിക്ക് തരേണ്ട സംഭാവന. കാരണം പലർക്കും ഇത് ഉപയോഗപ്പെടും. ഈ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിരവധി വളങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. ചെടികൾ കൊടുക്കുന്നുണ്ട്, കറ്റാർവാഴ കൊടുക്കുന്നുണ്ട്, പൊന്നാങ്കണ്ണി ചീര കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലൊന്ന് വിളിച്ചാൽ മതി. വാട്സാപ്പിൽ മാത്രമേ വിളിക്കാവൂ. എല്ലാം വാട്സാപ്പിലാണ് നടക്കുന്നത്. സാധാരണ കോൾ വിളിക്കണ്ട. വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ ചേർക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ഇത്രയും നേരം കണ്ടതിന് നന്ദി. താങ്ക് യു.